ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. ഓം നമോ ഭഗവതേ വാസുദേവായ. സന്താനഗോപാലം. ഭാഗവതം ദശമസ്കന്ധം 89-ാം അധ്യായം ശ്ലോകം 22 മുതലാണ് ഈ കഥ ആരംഭിക്കുന്നത്. പരമപുരുഷൻ ശ്രീകൃഷ്ണൻ തന്നെയാണ് എന്ന് കാണിക്കുന്നതാണ് ഈ കഥ. ഒരിക്കൽ ദ്വാരകയിൽ ഒരു വിപ്രപത്നിക്കുണ്ടായ കുട്ടി ഭൂമിയിൽ ജനിച്ച ഉടനെ തന്നെ മരിച്ചുപോയി. മകൻ മരിച്ചതിൽ അതീവ ദുഃഖിതനായ ബ്രാഹ്മണൻ മൃതശരീരം രാജാവിൻ്റെ ഗോപുര കവാടത്തിൽ കിടത്തി കരഞ്ഞും കൊണ്ട് ഇങ്ങനെ പറഞ്ഞു: ബ്രഹ്മദ്വിഷഡതിയോ ലുബ്ധസ്യ വിഷയാത്മനഃ ക്ഷത്രബന്ധോ കർമ്മദോഷാത് പഞ്ചത്വം മേഘദോർഭഗഃ ഹിംസാവിഹാരം നൃപതിം ദുശ്ശീലമചിതേന്ദ്രിയം പ്രജാ ഭജന്ത്യ സീധന്തി ദരിദ്രാ നിത്യദുഃഖിതാഃ. ബ്രാഹ്മണദ്വേഷിയും വഞ്ചനാതത്പരനും ധനാശയുള്ളവനും വിഷയങ്ങളിൽ പ്രവേശിച്ചിരിക്കുന്ന മനസ്സോടുകൂടിയവനുമായ രാജാവിൻ്റെ പരിപാലന കർമ്മത്തിലുള്ള ദോഷം കാരണം എൻ്റെ പുത്രൻ മരിച്ചു. പരദ്രോഹത്തിൽ രസിക്കുന്നവനും സ്വഭാവദോഷമുള്ളവനും ഇന്ദ്രിയങ്ങൾക്ക് അടിമപ്പെട്ടവനുമായ രാജാവിൻ്റെ പ്രജകൾ ദരിദ്രരും നിത്യദുഃഖിതരുമായിട്ട് തളരുന്നു. ഇങ്ങനെ ആ ബ്രാഹ്മണ ഋഷി രണ്ടാമത്തെയും മൂന്നാമത്തെയും കുട്ടികൾ മരിച്ചപ്പോഴും രാജാവിൻ്റെ ഗോപുരദ്വാരത്തിൽ കൊണ്ടുവന്ന് കിടത്തി മുമ്പ് പറഞ്ഞ ശ്ലോകങ്ങൾ തന്നെ ആവർത്തിച്ചു. രാജദോഷമാണ് ബാലമരണ കാരണമെന്ന് ഉറപ്പിച്ച് ജനങ്ങളെ ബോധിപ്പിക്കാൻ വളരെ ഉച്ചത്തിൽ പറയുകയും ചെയ്തു. ഒരു നാൾ ശ്രീകൃഷ്ണന്റെ അടുത്തേക്ക് അർജുനൻ വന്നിരുന്നു. 9-ാമത്തെ ബാലൻ മരിച്ച ബ്രാഹ്മണൻ വീണ്ടും മുമ്പത്തെ പോലെ ശ്ലോകങ്ങൾ ആവർത്തിച്ചു പറയുന്നത് കേട്ട് അർജുനൻ ബ്രാഹ്മണനോട് പറഞ്ഞു: ഹേ ബ്രാഹ്മണ ശ്രേഷ്ഠ, ഇവിടെ വില്ലു ധരിച്ച ഒരു ക്ഷത്രിയൻ പോലും ഇല്ല. ഇവിടെ ഭരിക്കുന്ന ബ്രാഹ്മണർ സത്രത്തിൽ കൂടുന്ന മാതിരി യോഗം ചേർന്നിരിക്കുന്നു എന്ന് മാത്രം. ഹേ ഭഗവൻ, നിങ്ങളുടെ സന്താനത്തെ ഞാൻ രക്ഷിച്ചു തരാം. അല്ലാത്ത പക്ഷം അഗ്നിയിൽ പ്രവേശിച്ച് മരിക്കും. ഇവിടെ അർജുനന്റെ വാക്കുകളിൽ ക്ഷത്രിയോത്തമനാണ് താൻ എന്നുള്ള ഒരു അഹങ്കാരം ധ്വനിച്ചിരുന്നു. അപ്പോൾ ബ്രാഹ്മണൻ അർജുനനോട് പറഞ്ഞു: ബലരാമൻ, ശ്രീകൃഷ്ണൻ, വില്ലാളി വീരനായ പ്രദ്യുമ്നൻ, എതിരാളിയില്ലാത്ത അനിരുദ്ധൻ, ലോകേശ്വരന്മാരായ ഇവർക്ക് കഴിയാത്ത കർമ്മം നീ എങ്ങനെ ചെയ്യും? മൂഢത കൊണ്ട് നീ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ ഞാനത് വിശ്വസിക്കുന്നില്ല. അപ്പോൾ അർജുനൻ പറഞ്ഞു: നാഹം സംഘർഷണോ ബ്രഹ്മൻ ന കൃഷ്ണ കാഷ്ണിരേവ ച അഹം വാ അർജുനോ നാമ ഗാണ്ഡീവം യസ്യ വൈദനുഹു. അല്ലയോ ബ്രാഹ്മണ, ഞാൻ ബലരാമനോ കൃഷ്ണനോ കൃഷ്ണപുത്രന്മാരോ അല്ല. ഗാണ്ഡീവം എന്ന വില്ലുള്ള അർജുനനാണ്. കിരാതമൂർത്തിയായി എന്നെ പരീക്ഷിക്കാൻ വന്ന കാലകാലനായ പരമശിവനെ സന്തോഷിപ്പിച്ച എൻ്റെ പരാക്രമത്തെ വില കുറച്ചു കാണരുത്, അവമാനിക്കരുത്. അന്തകനെ ജയിച്ച് അങ്ങയുടെ സന്താനത്തെ ഞാൻ കൊണ്ടുവന്നു തരും. ഇത് കേട്ട് സന്തോഷിച്ച ബ്രാഹ്മണൻ സ്വഗൃഹത്തിലേക്ക് പോയി. ഭാര്യയ്ക്ക് പ്രസവ സമയം അടുത്തപ്പോൾ ബ്രാഹ്മണ ശ്രേഷ്ഠൻ അന്തകനിൽ നിന്ന് സന്താനത്തെ രക്ഷിച്ചാലും എന്ന് ദുഃഖിതനായിട്ട് അർജുനനോട് വന്ന് പറഞ്ഞു. ഉടൻ തന്നെ അർജുനൻ ശുദ്ധജലത്തിൽ കൈകാൽ മുഖം കഴുകി പരമശിവനെ നമസ്കരിച്ചിട്ട് ദിവ്യാസ്ത്രങ്ങളെ സ്മരിച്ച് ഗാണ്ഡീവം കയ്യിലെടുത്തു. നാനാവിധ അസ്ത്രങ്ങൾ യോജിപ്പിക്കപ്പെട്ട ശരങ്ങളാൽ പ്രസവമുറിയെ നിരോധിച്ചു. മുകളിലും താഴത്തും വിലങ്ങും ശരകൂടം വളച്ചു. വിപ്രപത്നിക്ക് കുമാരൻ ജനിച്ചു. കുറെ നേരം കന്നശേഷം കുഞ്ഞ് ശരീരത്തോടുകൂടി ആകാശത്തിൽ അപ്രത്യക്ഷമായി. മുമ്പ് മൃതശരീരമെങ്കിലും കിട്ടിയിരുന്നു, ഇപ്പോൾ അതും ഇല്ല. അപ്പോൾ ബ്രാഹ്മണൻ ശ്രീകൃഷ്ണ സന്നിധിയിൽ ഇരിക്കുന്ന അർജുനനെ നിന്ദിച്ചും കൊണ്ട് ഇങ്ങനെ പറഞ്ഞു: എൻ്റെ മൂഢത കാരണം ഞാൻ ഒരു നപുംസകൻ പറഞ്ഞതിനെ വിശ്വസിച്ചുവല്ലോ, കഷ്ടം. മിഥ്യാവാദം ചെയ്ത അർജുനനെ ധിക്കരിക്കുക, ആത്മപ്രശംസ ചെയ്തവന്റെ വില്ലിനെ നിന്ദിക്കുക. അർജുനൻ അറിവില്ലായ്മയാൽ
ദൈവത്താൽ നശിപ്പിച്ച കുട്ടിയെ വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്നു. ബ്രാഹ്മണന്റെ ശകാരം കേട്ട ഉടനെ അർജുനൻ ആകാശഗമനാദി വിദ്യ സ്വീകരിച്ച് യമരാജന്റെ രാജസന്നിധിയായ സംയമനയിൽ പ്രവേശിച്ചു. അവിടെ ബ്രാഹ്മണ സന്താനത്തെ കണ്ടില്ല. അവിടെ നിന്ന് ഇന്ദ്രൻ, അഗ്നി, നിയതി, വായു, വരുണൻ ഇവരുടെ പുരികളെയും സ്വർഗം, പാതാളം എന്നിവിടങ്ങളിലും ആയുധധാരിയായ അർജുനൻ പ്രവേശിച്ചു. അവിടെ ഒന്നും ബ്രാഹ്മണപുത്രന് ലഭിക്കാതെ പ്രതിജ്ഞാപാലനത്തിനായി അഗ്നിയിൽ പ്രവേശിക്കാൻ ഒരുങ്ങിയപ്പോൾ കൃഷ്ണൻ വന്ന് തടഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു: ബ്രാഹ്മണപുത്രരെ ഞാൻ കാട്ടിത്തരാം. ആത്മനിന്ദ അരുത്. ഇപ്പോൾ നിന്ദിക്കുന്നവർ നമ്മുടെ കീർത്തിയെ പ്രശംസിക്കും. ഇങ്ങനെ പറഞ്ഞിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോടുകൂടി തൻ്റെ ദിവ്യരഥത്തിൽ കയറി പടിഞ്ഞാറ് ദിക്കിലേക്ക് പോയി. 7 ദ്വീപങ്ങളെയും അവയിലുള്ള 7 മലകളും സമുദ്രങ്ങളും കടന്ന് ലോകാലോകത്തെയും കടന്ന് അതിഘോരമായ അന്ധകാരത്തിൽ പ്രവേശിച്ചു. അവിടെ ഭഗവാന്റെ രഥത്തിൽ കെട്ടിയിരുന്ന ശൈഭ്യം, സുഗ്രീവം, മേഘപുഷ്പം, ബലാഹകം എന്ന 4 കുതിരകളും ഇരുട്ടിൽ വഴി കാണാതെ നടക്കാൻ കഴിയാത്തവരായി ഭവിച്ചു. മഹായോഗേശ്വരനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ കുതിരകൾ വഴിയറിയാതെ പരിഭ്രമിക്കുന്നത് കണ്ട് 1000 ആദിത്യന്മാരോട് തുല്യമായ ശ്രീചക്രത്തെ മുമ്പിൽ സഞ്ചരിക്കാൻ അയച്ചു. ഭഗവാനാൽ നിർമ്മിക്കപ്പെട്ട അഭേദ്യമായ അന്ധകാരത്തെ സ്വകാന്തി കൊണ്ട് പിളർക്കുന്നതും മനോവേഗത്തോടു കൂടിയതുമായ ശ്രീചക്രം ഞാൻ വലിച്ചുവിട്ട ശ്രീരാമബാണം ശത്രുസൈന്യങ്ങളിൽ പ്രവേശിക്കുന്നത് പോലെ അന്ധകാരത്തെ ഭേദിച്ചു. ചക്രം പോയ വഴിയിൽ അന്ധകാരത്തിന്റെ അപ്പുറത്ത് ദൂരെയുള്ള ആദ്യന്തമില്ലാത്ത എങ്ങും വ്യാപിച്ചിരിക്കുന്ന പരം ജ്യോതിസിനെ അർജുനൻ കണ്ടു. ആ പ്രഭയുടെ ശക്തി താങ്ങാൻ കഴിയാതെ 2 കണ്ണുകളും അടച്ചു. അനന്തരം ശക്തമായ കാറ്റിനാൽ ഇളകിക്കൊണ്ടിരിക്കുന്ന തിരമാലകളാൽ അലങ്കരിക്കപ്പെട്ട ജലരാശി കാണപ്പെട്ടു. അതിൻ്റെ നടുവിൽ ആശ്ചര്യജനകവും ശോഭിക്കുന്നവയിൽ ശ്രേഷ്ഠമായതും മിന്നുന്ന സഹസ്രങ്ങളാൽ പ്രകാശിക്കുന്ന പുരത്തെയും കണ്ടു. ആ പുരത്തിൽ അതിഭയങ്കരവും വലുതും ആശ്ചര്യകരവും 1000 ശിരസ്സുകളിലുള്ള രത്നങ്ങളുടെ പ്രഭയാൽ പ്രശോഭിതമായ സ്ഫടിക പർവ്വതം പോലെ വെളുത്ത നിറമുള്ള 2000 കണ്ണുകളോടും നീല നിറത്തിലുള്ള കണ്ണുകളോടും നാവുകളോടും കൂടിയിരിക്കുന്ന ആദിശേഷനെയും കണ്ടു. ആദിശേഷന്റെ ശരീരം സുഖാസനമായി സ്വീകരിച്ചും എല്ലാം അറിഞ്ഞും മഹാനുഭവം പ്രകാശിപ്പിച്ചും പുരുഷോത്തമരിൽ ഉത്തമനും കാളമേഘം പോലെ ശ്യാമള നിറമുള്ളവനും മഞ്ഞപ്പട്ടു ധരിച്ച് പ്രസന്നവദനായി മനോഹരങ്ങളും നീണ്ടതുമായ കണ്ണുകളോടുകൂടി ഉത്കൃഷ്ട രത്നം പതിച്ച കിരീടത്തിൽ നിന്നും കർണാഭരണങ്ങളുടെയും കാന്തിയാൽ വ്യാപിക്കപ്പെട്ട തലമുടിയോടുകൂടിയും മുട്ടുവരെ നീണ്ട 8 കൈകളോടുകൂടിയും കൗസ്തുഭരത്നം മാറിൽ ധരിച്ച് ശ്രീവത്സം എന്ന മറുവോടുകൂടി വനമാലയാൽ അലങ്കരിക്കപ്പെട്ട് സുനന്ദൻ, നന്ദൻ മുതലായ തൻ്റെ സേവകരാലും ചക്രം മുതലായ ആയുധങ്ങളാലും പുഷ്ടി, ശ്രീ, കീർത്തി, അജം എന്നീ ദേവതകളാലും അണിമാദികളായ അഷ്ടൈശ്വര്യദായക ദേവതകളാലും സേവിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബ്രഹ്മാദി ദേവന്മാരുടെ പതിയെ മഹാവിഷ്ണുവിനെ കണ്ടു. ശ്രീകൃഷ്ണൻ നാശരഹിതമായിരിക്കുന്ന ആ പരമാത്മാവായ തന്നെ തന്നെ വന്ദിച്ചു. ആ അദ്ഭുതമൂർത്തിയെ ഭയചകിതനായ അർജുനനും വന്ദിച്ചു. ബ്രഹ്മാക്കളുടെ പ്രഭുവായ ഭൂമബ്രഹ്മം സമീപത്ത് തൊഴുതു നിൽക്കുന്ന ശ്രീകൃഷ്ണാർജുനന്മാരോട് ഗംഭീര സ്വരത്തിൽ പറഞ്ഞു: ഭൂമിയിൽ ധർമ്മരക്ഷയ്ക്കായി അവതരിച്ചിരിക്കുന്ന എൻ്റെ അംശഭൂതന്മാരായുള്ള നിങ്ങളെ 2 പേരെയും കാണാൻ ആഗ്രഹിച്ച് ഈ ബ്രാഹ്മണ സന്താനങ്ങളെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവരിച്ചു. ഭൂമിക്ക് ഭാരമായി ഭവിച്ചിരിക്കുന്ന അസുരന്മാരെ സംഹരിച്ചിട്ട് വേഗം നിങ്ങൾ ഇവിടെ എത്തണം. പൂർവജന്മങ്ങളിൽ നിങ്ങൾ നരനാരായണന്മാരായ ഋഷിശ്രേഷ്ഠന്മാരായിരുന്നു. നിങ്ങൾക്ക് സാധിക്കേണ്ടതായിട്ട് യാതൊന്നുമില്ല, കർമ്മം ചെയ്യേണ്ട ആവശ്യമില്ല. എങ്കിലും ലോക സംരക്ഷണത്തിനായി സ്വധർമ്മം ക്ഷത്രിയോചിതമായ രാജ്യപരിപാലനം ചെയ്യുവിൻ. വൈകുണ്ഠത്തിൽ ഇരുന്ന് അരുളുന്ന ശ്രീ ഭഗവാനാൽ ഇപ്രകാരം ഉപദേശിക്കപ്പെട്ട കൃഷ്ണാർജുനന്മാർ ഓം എന്ന് പറഞ്ഞ് ആ ഉപദേശം സ്വീകരിച്ച് ശ്രീനാരായണനെ നമസ്കരിച്ച് ബ്രാഹ്മണകുമാരന്മാരെ സ്വീകരിച്ചു. സന്തുഷ്ടരായി കൃഷ്ണാർജുനന്മാർ വന്ന വഴിക്കു തന്നെ സ്വധാമത്തെ പ്രാപിച്ചു. രൂപത്തിനും വയസ്സിനും ഒത്ത പുത്രന്മാരെ ബ്രാഹ്മണനു നൽകി. വൈകുണ്ഠത്തെ കണ്ട് അർജുനൻ അതിശയിച്ചു. എല്ലാ ശക്തിയും ശ്രീകൃഷ്ണന്റെ ദയ കൊണ്ട് മാത്രം ഉണ്ടാകുന്നതാണ്.
സ്വശക്തിയാൽ യാതൊന്നും സാധ്യമല്ലെന്നും അർജുനൻ മനസ്സിലാക്കി. ഇങ്ങനെ പ്രജകളുടെ ആഗ്രഹങ്ങളെ കാലാനുസരണം ഭഗവാൻ സാധിപ്പിച്ചു. ഇങ്ങനെ കൃഷ്ണൻ സർവർക്കും ആരാധ്യനായി. അർജുനന്റെ അഹങ്കാരമില്ലാതാക്കി ഭഗവാൻ മനുഷ്യനാണെന്ന വിചാരത്താൽ മങ്ങിപ്പോയ ബുദ്ധിയെ അത്യുത്കൃഷ്ടമായ സത്യത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയാണ് ഈ കഥ എന്നാണ് മേൽപ്പത്തൂർ നാരായണീയത്തിൽ പറയുന്നത്. ജിഷ്ണോർഗർവം വിനേതും ത്വയി മനുജതിയാ കുണ്ഠിതാചാസ്യ ബുദ്ധിം തത്വാരൂഢാം വിധാതും പരമതമഭദ പ്രേഷണേനേതി മന്യേ. ശ്രീഹരയേ നമഃ. ഭവേ ഭവേ യദാ ഭക്തി പാദയോസ്തവ ഛായതേ തദാ കുരുഷ്വ ദേവേശ നാദസ്ത്വം നോ യദഃ പ്രഭോ. നാമസങ്കീർത്തനം യസ്യ സർവഭാവ പ്രണാശനം പ്രണാമോ ദുഃഖശമനഃ തം നമാമി ഹരിം പരം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.